2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. ഏറെക്കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്ന് പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഇതാ നിന്റേത്, എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്ന് എടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ഭക്തനെ പുറത്ത് അന്ധകാരത്തേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നമ്മുടെ പള്ളികൾക്ക് ട്രസ്റ്റുമാരുണ്ട്. ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു സമ്പത്ത് വിശ്വസ്തതാപൂർവ്വം കൈകാര്യം ചെയ്യുവാനായിട്ട് ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തികളാണ് ട്രസ്റ്റുമാർ. അങ്ങനെ പല പ്രസ്ഥാനങ്ങളും വ്യക്തികളും ട്രസ്റ്റുകൾ രൂപീകരിക്കും. എന്നിട്ട് ട്രസ്റ്റുമാരെ ഏൽപ്പിക്കും. അത് ഭൗതികമായ സമ്പത്ത് ശരിയായ രീതിയിൽ വിനിയോഗം ചെയ്തുകൊണ്ട് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ പല ആളുകൾ ഇന്ത്യയിലോ മറ്റു വിദേശ രാജ്യങ്ങളിലോ അന്യ സംസ്ഥാനങ്ങളിലോ ഒക്കെ സമ്പത്ത് നിക്ഷേപിക്കുകയും അവിടെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട വിശ്വസ്തരായ ആളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. അവർ നല്ല ഫലമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലമോ സമ്മാനമോ ഒക്കെ നൽകാറുണ്ട്. ഏതാണ്ട് ഇതേ രീതിയിൽ ഈശോ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈശോയുടെ ട്രസ്റ്റിമാരാണ്, നമ്മൾ എപ്രകാരമാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത് എന്നും എപ്രകാരമാണ് കർത്താവിൻ്റെ 2ാമത്തെ ആഗമനത്തിൽ നമുക്ക് നൽകിയ താലന്തുകൾ ഇരട്ടിപ്പിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത് എന്ന് അനുസ്മരിപ്പിക്കുകയാണ്. ഇവിടെ 3 ഭൃത്യന്മാരെയാണ് സമ്പത്ത് ഏൽപ്പിക്കുക. 3 തരത്തിലാണ്. എല്ലാവർക്കും തുല്യമായിട്ടല്ല വിളിച്ചു കൊടുക്കുക. ഒരുവന് 5 കൊടുക്കുന്നു, വേറൊരുവന് 2 കൊടുക്കുന്നു, വേറൊരുവന് 1 കൊടുക്കുന്നു. അതിന് പറയുന്നത് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചുള്ള താലന്തുകളാണ് നൽകുക. 5 കിട്ടിയവനിൽ നിന്ന് 5 പ്രതീക്ഷിക്കുക. 2 കിട്ടിയവനിൽ നിന്നും 5 അല്ല, 2 പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് 1 കിട്ടിയവനും 1 തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ അവന് അതിന് പകരം യജമാനനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് യജമാനന് വിതയ്ക്കാത്തത് കൊയ്യുന്നവനാണ്, വിതറാത്തത് ശേഖരിക്കുന്നവനാണ്, ഇത് കഠിന ഹൃദയനാണ്, ഈ രീതിയിൽ യജമാനനെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവം ചില ആളുകൾക്ക് അവർക്ക് അങ്ങനെയാണ്. മറ്റുള്ളവരിൽ എപ്പോഴും അവരുടെ തിന്മയല്ല മറ്റുള്ളവരുടെ തിന്മ കണ്ടെത്തുവാനും അത് പ്രവർത്തീകരിക്കുവാനുമുള്ളതായ മനോഭാവം അവിടെയാണ് ഈ ഒരു മനുഷ്യനിൽ നമ്മൾ കാണുക. ഇനി ആരാണ് ഈ യജമാനൻ, ആരാണ് ഈ ഭൃത്യന്മാർ? നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് സഭയെ സ്ഥാപിക്കുന്നു. ആ സഭയാകുന്ന സമ്പത്ത് തൻ്റെ അപ്പസ്വലന്മാര്, 72 ശിഷ്യന്മാര്, വനിതകളായ മറ്റു ശിഷ്യര്, ഇങ്ങനെ പല ആളുകൾക്കായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ലോകമെന്ന് പോയി സുവിശേഷം പ്രസംഗിക്കണം, രോഗികളെ സുഖപ്പെടുത്തണം, പിശാചുകളെ ബഹിഷ്കരിക്കണം, നന്മ ചെയ്യണം, അങ്ങനെ സഭയെ വലുതാക്കണം. അങ്ങനെ ഈശോ സ്ഥാപിച്ച കടുകുമണിയോളം വലിപ്പമുള്ള സഭ ഇന്ന് ഒരു വൻ വൃക്ഷമായി ലോകം മുഴുവൻ വ്യാപിച്ചതും ഈ താലന്തുകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയ അനവധി അപ്പസ്തലന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും അവരുടെ പ്രതിനിധികളുടെയും അതുപോലെ തന്നെ സഭയിൽ അംഗങ്ങളായിട്ടുള്ള ഓരോ വ്യക്തിയുടെയും പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഫലമാണ്. നമ്മളുടെ ഓരോരുത്തരും നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്
രോഗികളായ ആളുകൾ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ആളുകളെ നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ദൈവം ഏൽപ്പിച്ച നിധികളാണ്. അവരിൽ നിന്ന് അവർക്കെല്ലാം ശുശ്രൂഷ ചെയ്തുകൊണ്ട് നല്ല ഫലം പുറപ്പെടുവിക്കുവാനാണ് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ നമ്മുടെ നിധികൾ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ നാഥൻ അത് കൈകാര്യം ചെയ്യുന്നതിനുള്ളതായ കഴിവ് നമുക്ക് തരും. സ്വർണം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത അത് അമൂല്യമായ നിധിയാണ്. മാത്രമല്ല ആ സ്വർണം എത്ര നാളിരുന്നാലും അതിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നില്ല. ഒരുപക്ഷെ അതിന് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാം. അത് അഗ്നിയിൽ ശോധന ചെയ്തെടുത്താലും അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ അളവിൽ കുറവ് വരികയില്ല. അതുപോലെ തന്നെ അമൂല്യമായ നിധികളാണ് ദൈവം ഏൽപ്പിച്ച. ഒരുപക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ കുറവുകളുള്ള മനുഷ്യരാണെങ്കിലും ആ കുറവുകളുള്ള മനുഷ്യരിൽ നമ്മൾ കാണുക. ഹനുമാന്റെ ഈ ലാസറിന്റെയും കഥയിൽ ഹനുമാന് ഏൽപ്പിക്കപ്പെട്ട ഒരു നിധിയായിരുന്നു അവന്റെ പടിവാതിൽ കിടന്നിരുന്നതായ ലാസർ. പക്ഷെ ആ നിധിയെ തിരിച്ചറിയുവാൻ അവന് കഴിഞ്ഞില്ല. ആ മനുഷ്യനെ ഉദ്ധരിച്ചുകൊണ്ട് അവനെ കൈപിടിച്ചുയർത്തി തന്നെ പോലെ ആക്കിയിരുന്നുവെങ്കിൽ ആ ധനികനായ മനുഷ്യനും സ്വർഗരാജ്യത്തിന് അല്ലെങ്കിൽ അബ്രാഹത്തിന്റെ മടിയിൽ എത്തിച്ചേരുവാൻ അർഹതയുണ്ടാകുമായിരുന്നു. ലാസറിനെ സംബന്ധിച്ചിടത്തോളം അവനെ ഏൽപ്പിക്കപ്പെട്ട നിധിയായിരുന്നു ആ ധനികനായ മനുഷ്യൻ. ആ ധനികനായ മനുഷ്യനോട് കേടും വരാതെ അവനിൽ നിന്ന് ലഭിക്കുന്നതായ എച്ചിൽ മാത്രം കഴിച്ചുകൊണ്ട് അവനൊരു പരാതിയും പറയാതെ, ദൈവത്തെ തള്ളി പറയാതെ, ആ ധനികനെ ഉപദ്രവിക്കാതെ അവൻ ജീവിച്ചു. അവൻ അബ്രാഹത്തിന്റെ മടിയിൽ എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതാന്ത്യത്തിൽ നമ്മുടെ തനതുവിധിയുടെ സമയത്ത് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടതായ നിധി എന്തുമാത്രം നമ്മൾ പ്രയോജനപ്പെടുത്തി. ദുഷ്ടനായ മനുഷ്യൻ അവന് വിതരാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ വിതയ്ക്കാത്തതിൽ നിന്ന് കൊയ്യുന്നവരാണ്, വിതരാത്രത്തിൽ നിന്ന് ശേഖരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരസ്പരം പഴിചാരിക്കൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ അവനെ അന്ധകാരത്തിലേക്ക് തള്ളി പറയുവാനായിട്ടായിരിക്കും ദൈവം പറയുക. ഇവിടെ ഒരു നാണയം മാത്രം കിട്ടിയവൻ അവന് കുഴി ഒഴിച്ച് അതിനകത്ത് അവൻ സൂക്ഷിച്ചു വെച്ചു. അവന് അത് നഷ്ടപ്പെടുത്തി കളയുന്നില്ല. അതുകൊണ്ട് അവൻ ഒളിച്ചോടി പോവുകയല്ല. പക്ഷെ അവൻ അത് കുഴിച്ചിരുന്നു. അത് പഴയ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെയുള്ള ബാങ്കിലെ ലോക്കറുകളൊന്നും ആ കാലഘട്ടങ്ങളിൽ ഇല്ല, 2000 വർഷം മുൻപ്. അപ്പൊ അതുകൊണ്ട് അന്ന് ആളുകൾ അവരുടെ സമ്പത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നത് ഒന്നുകിൽ മണ്ണിനടിയിൽ കുഴിച്ച് അത് ഒരു മൺകുടത്തിലാക്കി അത് കുഴി ഒഴിച്ച് അവിടെ സൂക്ഷിച്ച് ഒരു അടയാളം വെക്കും. ഒരുപക്ഷെ അതിന് മുകളിൽ വാഴ വെച്ചു അല്ലെങ്കിൽ ഒരു ചെടി നടും. അത് അവനാ മാത്രം അറിയാം അത് അവിടെയാണെന്ന്. അല്ലെങ്കിൽ അവന്റെ വീടിന്റെ ഭിത്തിയിൽ അത് കുത്തി തുറന്ന് ആ നിധി വെച്ചിട്ട് അത് അടച്ചിട്ടേക്കും. അപ്പൊ ആ രീതിയിലാണ് അക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യുദ്ധം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റേ കവർച്ചക്കാർ എടുക്കാതിരിക്കാൻ വേണ്ടി നിധി സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതുപോലെയാണ് ഇവിടെ പറയുക, ഈ ഒരു സ്വർണ്ണ നാണയം കിട്ടിയവൻ അത് കുടിച്ചു വെച്ചു. പക്ഷേ അവൻ അലസനായിരുന്നു. അതാണ് നാഥൻ അവരോട് പറയുന്നത്, ദുഷ്ടനും മടിയനുമായ വൃത്തിയ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ നന്മ ചെയ്യുന്നതിൽ അലസന്മാരാണോ നമ്മൾ എന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. ഇനി യജമാനൻ വരുമ്പോൾ അവനോട് ചെയ്യുന്നത് എന്താണ്? 5 കിട്ടിയവനോട് ആ 5 യജമാനൻ തിരിച്ചു മേടിക്കുകയല്ല. അവൻ ആ 5ന്റെ കൂടെ അവൻ 5 കൂടി സമ്പാദിച്ചു. ആ 10 അവന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് സൂക്ഷിച്ചു വെക്കുകയും ഒന്ന് സമ്പാദിക്കുകയും ചെയ്തതിൽ നിന്ന് അത് തിരിച്ചു മേടിക്കുന്നുണ്ട്. അത് തിരിച്ചു മേടിച്ചിട്ട് 10 ഉള്ളവന് വീണ്ടും എടുത്തു കൊടുക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ നിധി അത് ഫലം പുറപ്പെടുവിച്ചു കഴിയുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്കാണ് നമ്മളെ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് രണ്ടാമത്തെ ആഗമനത്തിൽ എല്ലാം അവസാനിക്കുകയല്ല. നല്ലവരായ ആളുകളെ തിരഞ്ഞെടുക്കുകയും ദുഷ്ടരായ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആ നല്ലവരായ ആളുകളുടെ മേൽ ലോകാവസാനം വരെ അല്ലെങ്കിൽ എക്കാലവും രാജ്യം ഭരിക്കുന്ന ആ വിധികർത്താവ് അല്ലെങ്കിൽ ഭരണകർത്താവായിട്ടാണ് ഈശോ വരിക. അതായത് വിധികർത്താവും ഭരണകർത്താവും ഒന്ന് തന്നെയാണ്. ജഡ്ജ് എന്ന് പറയുന്നത് ബൈബിൾ സങ്കല്പത്തിൽ അത് വിധിക്കുക മാത്രമല്ല ആ വിധിയേക്കാൾ ഉപരിയായി ഭരിക്കുന്നയാളാണ്. അപ്പൊ അതുകൊണ്ട് എക്കാലവും രാജ്യം ഭരിക്കുന്ന ആ രാജാവിനെ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പത്രോസ് ചോദിച്ചു, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചതിന് പിന്നാലെ വന്ന് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നത്, മനുഷ്യപുത്രൻ രണ്ടാമത് ആഗമനമാകുമ്പോൾ അവനോടൊത്ത് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ ജനങ്ങളെ മുഴുവനും ഈ 12 ഗോത്രങ്ങളെയും ഭരിക്കും എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ വിധിക്കും അല്ലെങ്കിൽ ഭരിക്കും അല്ലെങ്കിൽ നയിക്കും. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ്. അവിടെ യജമാനൻ പറയുന്നു, നീ എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് ഈ ദുഃഖപൂരിതമായ ഈ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കുരിശുകളും സഹനങ്ങളും നമ്മുടെ ഫലപ്രദമായ രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ യജമാനന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഈ ദുഷ്ടനായ മനുഷ്യൻ അല്ലെങ്കിൽ നിധി കുഴിച്ചു വെച്ചതായ അവനെ പറ്റി പറയുകയാണ്, അവനെ അന്ധകാരത്തിലേക്ക്
അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? എന്താണ് ഈ അന്ധകാരം? അതായത് വിവാഹ വിരുന്നിനോടാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ ഉപമിക്കുക. അപ്പോൾ രാത്രിയിലാണ് മണവാളൻ വരുന്നത്. മണവാളൻ വരുമ്പോൾ ബാങ്കറ്റ് ഹാളിൽ അവിടെയെല്ലാം പന്തങ്ങൾ കത്തിച്ച് അവിടെ മുഴുവൻ പ്രകാശമാണ്. എന്നാൽ ഈ ബാങ്കറ്റ് ഹാളിന് വെളിയിലോ അന്ധകാരമാണ്. അപ്പം അതുകൊണ്ട് സ്വർഗരാജ്യമാകുന്ന ആ പ്രകാശത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ ആ പ്രദേശത്ത്, ആ ബാങ്കറ്റ് ഹാളിൽ ഇവനെ പ്രവേശിക്കാൻ സാധിക്കാതെ ഇവനെ അന്ധകാരത്തിലേക്ക് തള്ളുമ്പോൾ അവന് മറ്റുള്ളവരെല്ലാം അകത്ത് പ്രവേശിച്ചു, തൻ്റെ കൂട്ടുകാർ. അപ്പോൾ അവരെ പറ്റി അവന് പല്ലുകടിയും അല്ലെങ്കിൽ അവന് വിലാപവും ഉണ്ടാകും. ഇതാണ് അന്ത്യവിധിനാളിൽ നമ്മൾ ഉത്തരവാദിത്വപൂർവ്വം നമ്മുടെ കടമകൾ നിർവഹിച്ചില്ലെങ്കിൽ. അപ്പം അതുകൊണ്ട് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ഓട്ടിസമുള്ളതാണ്, അല്ലെങ്കിൽ ബുദ്ധിമാന്യമുള്ളതാണ്, അല്ലെങ്കിൽ വൈകല്യമുള്ളതാണ്, എൻ്റെ ഭർത്താവിന് സ്വഭാവദോഷമുള്ളവനാണ്, അല്ലെങ്കിൽ മദ്യപാനിയാണ്, അവൻ അവിശ്വസ്തനാണ്, അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാരണവന്മാർ അവരുടെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അവരെയൊക്കെ എവിടെയെങ്കിലും തള്ളിക്കളഞ്ഞ് എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അമൂല്യ നിധി നിങ്ങൾ ഇരട്ടിപ്പിക്കുകയല്ല, നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ധകാരവും വിലാപവും നിറഞ്ഞ പ്രദേശത്തേക്കായിരിക്കും ദൈവം നമ്മളെ തള്ളിക്കളയുക. നേരെ മറിച്ച് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടതായ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കുമ്പോൾ അതിന് ഇരട്ടി പ്രതിഫലം ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും. ആ പ്രത്യാശയോടുകൂടി നമ്മുടെ ഉത്തരവാദിത്വം